ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയാലോ? അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3/4 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങൻ്റെ നീരും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് അവിടെ മൂടി വെച്ച് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ പൊരിച്ചും തന്നെയാണ് ഞാൻ ചിക്കൻ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ നന്നാക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അന്ന് മൂടി വെച്ച് ഞാൻ ഒരു 10 മിനിറ്റ് അടിയിരിക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ളതൊക്കെ ഒന്ന് ചതക്കിയെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്നിച്ചാണ് കേട്ടോ ഞാൻ ചതക്കുന്നത്. അപ്പോൾ അതൊക്കെ മിക്സിൻ്റെ ജാറിലിട്ട് അവിടെ ചതക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചോറാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഒരു ചെമ്പട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ പാർന്ന് കൊടുക്കുക. അതിലേക്ക് 3-4 ഏലക്കായും 2-3 പട്ടയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കായ് ക്യാരറ്റും അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള കരിവേപ്പിൻ്റെലയും കൂടി ഇട്ടുങ്ങാനി നന്നാക്കി ഇളക്കി മൂപ്പിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എത്രയാണോ അരി എടുത്തതെന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കുക. അപ്പോൾ വേവിനനുസരിച്ച് വേണം എടുക്കാൻ. ചില അരി ഓരോ സൈസിലാണല്ലോ. അപ്പോൾ വേവുള്ള അരിയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കണോ, അല്ലെങ്കിൽ അതിന് പാകത്തിനായിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയണ തന്നെയാണിത്, എങ്കിലും ഒന്ന് പറയുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കഴുകി വെച്ച് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി ഇടുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നാക്കി ഇളക്കി മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ അത് മറ്റേ അടുപ്പത്തൊക്കെ നീക്കി വെച്ച് ഞാൻ ഈ അടുപ്പത്തൊന്ന് ഞാൻ ലേശം ഉള്ളി പൊരിച്ചെടുക്കട്ടെ, ചോറ് ദമ്മിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒന്ന് ചോറ് നോക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വെള്ളം വറ്റണമെന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതാ വെള്ളമൊക്കെ ഒരു വിധം അയക്കണം. ഇനി ഒരു വിധമായിട്ട് വറ്റിയിട്ട് നമുക്ക് ഓഫാക്കാം. അപ്പോൾ തീരെ വറ്റി പോണ്ട, ഒരു വിധമായാൽ ഓഫാക്കി ഞാൻ പിന്നെ അതങ്ങനെ അങ്ങ് ആയിക്കോളൂ മൂടി വെച്ചാൽ. അപ്പോൾ അതാക്കണം ഇറക്കി വെക്കാനയക്കണം, തീ ഓഫാക്കാനയക്കണം. അപ്പോൾ ഇങ്ങനെ മതി. ഇനി മൂടി വെച്ച് ഇങ്ങനെ അതിൻ്റെ മേലെ ഒരു കനവ് എടുത്ത് വെച്ചാൽ ചോറ് പാകത്തിന് വേവായിക്കോളൂ. അപ്പോൾ അതാ ഞാൻ ഉള്ളിലേക്ക് ഒരു തണ്ട് കരിവേപ്പിൻ്റെലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കരിവേപ്പിൻ്റെലയും ഉള്ളിയും കൂടി വാടി നല്ലോണം ഞെരിഞ്ഞിട്ടുണ്ട്. പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് ഇങ്ങോട്ട് കോരി വെക്കട്ടെ. അപ്പോൾ ഉള്ളി കോരി എടുത്ത ഈ എണ്ണയിലേക്ക് തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഇതിൽ ചിക്കൻ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ നല്ലോണം പൊരിയണമെന്നൊന്നുമില്ല കേട്ടോ. അത് മസാലയിൽ നിന്ന് വേവാനുള്ള അതിനെ കൊണ്ട് ഒരു ഹാഫ് വേവ് വന്നാൽ മതി. അപ്പോൾ ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്ത് അടുപ്പത്തുനിന്ന് നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ ഒരു ചെമ്പട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിയും കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 4 വെല്ലുള്ളിയാണ് കേട്ടോ അരിഞ്ഞെടുത്തത് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 3/4 കിലോ ചിക്കനും 3/4 കിലോ അരിയുമാണ് കേട്ടോ എടുത്തത് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്കാണ് ഞാൻ 4 വെല്ലുള്ളി എടുത്തതെന്ന് പറഞ്ഞാൽ വെല്ലുള്ളി വലിയതായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ വെല്ലുള്ളിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പോൾ ചിലവർക്ക് കൂടുതൽ മസാല ഒക്കെ വേണ്ടി വരും. അപ്പോൾ അതിന് കൂടുതൽ വെല്ലുള്ളി എടുത്താൽ മതി. വെല്ലുള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും അറിയണ തന്നെയാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പം 3-4 കായ് തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ചതക്കി വെച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്നാട്ടിട്ട് ഞാൻ കരിവേപ്പിൻ്റെ ഇലയിട്ട് നന്നാക്കി ഇളക്കി മൂടി വെച്ച് കൊടുക്കാം. അതൊക്കെ അതാ മൂടി വെച്ചതിന് ശേഷം ചിക്കൻ ആയിട്ടുണ്ട്. ഇനി കോരി എടുക്കട്ടെ. ഒരു ഹാഫ് വേവായിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി മസാലയിൽ നിന്ന് ആയിക്കോളുമല്ലോ. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് തൈരും ഒക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചിക്കനും കൂടി ഇട്ടാട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് ബിരിയാണി മസാലേൻ്റെ പൊടി ഇടണം, കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇടണം. ആ രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഞാനി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് പോരായി ഉണ്ട്, അതും കൂടി ഇട്ടിട്ട് ഞാനി ഇളക്കി മൂടി വെച്ച് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് അതിൽ കിടന്ന് നന്നായിട്ട് വേകട്ടെ. അപ്പോൾ അതാണ് നേരത്തെ എടുത്ത് വെച്ച് ചോറൊന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ ചോറൊക്കെ ഇളക്കിയിട്ടിട്ട് നല്ല ഉഷാറായിട്ട് വെന്തിട്ടുണ്ട്. നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ. നല്ല ചോറായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് ദമ്മിടാം. മസാലയും വെന്തിട്ടുണ്ട്. ഈ മസാലയിൽ ഇട്ട് കൊടുക്കട്ടെ ചോറ്. ഇനി ഇതാ ചോറ് ദമ്മിട്ട് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ ചോറ് എടുത്ത് ഞാൻ മസാലയിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് പൊരിച്ച് വെച്ച ഉള്ളിയും മല്ലിച്ചപ്പും ബിരിയാണി മസാലയൊക്കെ ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ബാക്കിയുള്ള ചോറും കൂടി ഇതിൻ്റെ മേൽ കിട്ടുങ്ങാനി ഇത് പോകണം പൊടിയും ഉള്ളിയും മല്ലിച്ചപ്പൊക്കെ ഇട്ടുങ്ങാനി നന്നായിട്ട് മൂടി വെക്കാം. എന്നിട്ട് അതിൻ്റെ മേൽക്കൊരു കനത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഉരുളും അവിടെ എടുത്ത് വെക്കാം. അപ്പോൾ 10 മിനിറ്റ് അവിടെ കിടക്കട്ടെ. ചെറിയ തീയിൽ അവിടെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എന്നും പറയുമ്പോൾ തന്നെ ഈ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ. അപ്പോൾ അതാ ചോറ് 10 മിനിറ്റ് അവിടെ വെച്ചുള്ളൂ കേട്ടോ. പിന്നെ ചോറൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പകുതി ചോറേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എല്ലാം എടുത്താൽ ചൂടാറി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആവശ്യത്തിനുള്ളതേ എടുത്തിട്ടുള്ളൂ വന്നപ്പോൾ. ഉച്ചക്ക് തിന്നാനുള്ള ചോറ് എടുത്ത് പിന്നെ രാത്രിയത്തെ അതിൽ തന്നെ വെച്ചതാ കേട്ടോ. അങ്ങനെ എടുത്ത് ഇങ്ങനെ ഇളക്കി കളിച്ചിട്ടാണെങ്കിൽ അത് ചൂടാറി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പകുതി ചോറും പകുതി മസാലയൊക്കെ എടുത്തിട്ടുള്ളൂ. ബാക്കി അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതാ നല്ല അടിപൊളി ടേസ്റ്റിയായ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തിന്ന് നോക്കാണ്ടി. അപ്പോൾ അതിന് ലേശം ചോറും മസാലയൊക്കെ വിളമ്പട്ടോ കേട്ടോ. അപ്പോൾ ചമ്മന്തിയും തൈരും ഒന്നും ഉണ്ടാക്കിയില്ല. തൈര് പിന്നെ ആരും കൂട്ടൂല അവിടെ. ചമ്മന്തി ഉണ്ടാക്കാനോട് നിന്നിട്ടുമില്ല. നല്ല ഈത്തപ്പഴത്തിൻ്റെ അച്ചാറുണ്ട്, ആ കാട് കൂട്ടി തിന്നാൽ മതിയല്ലോ. ഇനി കാരക്കച്ചാറൊക്കെ കൂട്ടിങ്ങാനി ലേശം ചോറ് തിന്നട്ടോ കേട്ടോ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.